കനയ്യകുമാർ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതിന് തെളിവില്ലെന്ന് ദില്ലി പോലീസ് ഹൈക്കോടതിയിൽ. മുൻ നിലപാടിൽ നിന്നും ചുവടുമാറ്റിയുള്ള റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കനയ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. അതേസമയം രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട JNU വിദ്യാർത്ഥികൾ പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ കനയ്യകുമാറിന് RSSന്റെ വധഭീഷണി. മറ്റ് വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ദില്ലിയിൽ നിന്ന് ചേരുന്നു. മനു, മറ്റു വിശദാംശങ്ങൾ കൂടി. അരുൺ, JNU കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നത് നാളത്തേക്ക് മാറ്റിയത്. ദില്ലി ഹൈക്കോടതി ജഡ്ജി പ്രതിഭ റാണിയുടെ ബെഞ്ച് തന്നെയാണ് നാളെയും ഈ വാദം കേൾക്കുക. നാളെ തന്നെ പോലീസിനോട് നിലവിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം മുൻ നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞുള്ള റിപ്പോർട്ടാണ് ദില്ലി പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. കനയ്യ രാജ്യദ്രോഹ മുദ്രാവാക്യം ഉയർന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നതിന് സാക്ഷി മൊഴിയാണ് ഉള്ളതെന്നാണ് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ, കോടതി മുമ്പാകെ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ കനയ്യകുമാർ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചെന്നായിരുന്നു പോലീസ് വാദിക്കുകയും ചെയ്തിരുന്നത്. അതേസമയം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയതിനാൽ ബന്ധപ്പെട്ട അഭിഭാഷകരെയും മാധ്യമപ്രവർത്തകരെയും മാത്രമാണ് കോടതിക്കുള്ളിൽ പ്രവേശിപ്പിച്ചത്. അതിനിടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് തൊട്ടു മുമ്പ് ലഫ്റ്റനന്റ് ഗവർണർ ദില്ലി സർക്കാർ അഭിഭാഷകരെ നേരിട്ട് ഇടപെട്ട് മാറ്റി. പകരം അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഉൾപ്പെടെ പുതിയ 4 അംഗ അഭിഭാഷക സംഘത്തെ നിയമിക്കുകയും ചെയ്തു. കനയ്യയ്ക്ക് അനുകൂലമായി ദില്ലി സർക്കാർ അഭിഭാഷകൻ വാദിക്കുമെന്ന് കണ്ടാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഗവർണറുടെ ഈ നടപടി ഉണ്ടായത്. എന്തായാലും കോടതി മുമ്പാകെ കീഴടങ്ങാൻ സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ഉമർ ഖാലിദ് നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കുവാനും ദില്ലി ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അരുൺ, പാമോലിൻ അഴിമതി ഇടപാടുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെയെന്ന് തൃശൂർ വിജിലൻസ് കോടതി. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ടിരുന്നതായി കോടതിയുടെ നിരീക്ഷണം. കേസിലെ 3-4 പ്രതികളായ മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരുടെ വിടുതൽ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് മന്ത്രിസഭാ തീരുമാനങ്ങളാണ് എന്നും ഇരുവരെയും കുറ്റവിമുക്തരാക്കിയുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിനിധി CG ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണം? അരുൺ, സോളാർ ബാർക്കോഴ വിവാദങ്ങളിൽ പരിഗണിലായി നിന്നിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. പാമോയിൽ കേസിൽ പാമോയിൽ ഇടപാട് നടക്കുമ്പോൾ ധനമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ അഴിമതി നടന്നിരിക്കുന്നത്. ധനമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉയർന്ന നിരക്കിൽ പാമോലിൻ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം നടന്നത്. അതിന്റെ ഫയലുകളെല്ലാം തന്നെ മുഖ്യമന്ത്രി കണ്ടിരുന്നു എന്നാണ് ഇപ്പോൾ കോടതി മറ്റ് 2 പ്രതികളുടെ വിടുതൽ ഹർജി പരിഗണിച്ചുകൊണ്ട് പരാമർശം നടത്തിയിരിക്കുന്നത്. കേസിലെ 3-ാം പ്രതിയായ മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരുടെ വിടുതൽ ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ പരാമർശം. മന്ത്രിസഭാ തീരുമാനങ്ങളാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത്. അഴിമതി കേസുകളിൽ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയ കോടതി ഇരുവരെയും കുറ്റവിമുക്തരാക്കി. ഇടപാടിന് മുമ്പ്, പാമോയിൽ ഇടപാട് നടക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ധനമന്ത്രി ഈ ഫയലുകളെല്ലാം തന്നെ പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി അഡീഷണൽ സെക്രട്ടറി നോട്ട് അത് തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഫയൽ കാട്ടിയിരുന്നതായുള്ള നിരീക്ഷണം കോടതി നടത്തിയത്. ഇത്തരത്തിലൊരു നിരീക്ഷണം നിലനിൽക്കവേ വിടുതൽ ഹർജിയിലെ ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. തനിക്ക് ഇടപാടിൽ പങ്കില്ല എന്ന ഒരു വാദമാണ് മുഖ്യമന്ത്രി ആദ്യ ഘട്ടം മുതൽ തന്നെ ഈ കേസിൽ മുമ്പോട്ട് വെച്ചിരുന്നത്. തന്നെ ഈ പാമോയിൽ കേസിൽ പെടുത്തി പ്രതിയാക്കാനായിട്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ മറ്റു ചില കക്ഷികളും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു വാദമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പാമോയിൽ കേസിൽ നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇത്തരത്തിൽ മുഖ്യമന്ത്രി പരിശോധിച്ച ഫയലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇപ്പോൾ അന്ന് പാമോയിൽ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു നടപടി ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. 1991-92 കാലയളവിൽ അധിക വില നൽകി പാമോയിൽ ഇറക്കുമതി ചെയ്ത സംഭവത്തിൽ 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ പങ്ക് വെളിച്ചത്ത് വരുന്നത്. കേസിലെ 2-ാം പ്രതിയായിരുന്ന TH മുസ്തഫ, 5-ാം പ്രതി ജിജി തോംസൺ എന്നിവർ മുമ്പ് കേസിൽ വിടുതൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ വളരെ മുമ്പ് തന്നെ ഇരുവരുടെയും വിടുതൽ ഹർജികൾ കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ അന്നത്തെ ഉദ്യോഗസ്ഥരായിരുന്ന ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരുടെ വിടുതൽ ഹർജികൾ തൃശൂർ വിജിലൻസ് കോടതി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്നതിനെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ പാമോയിൽ അഴിമതി നടന്നത് എന്ന തരത്തിലുള്ള ഒരു പരാമർശം തൃശൂർ വിജിലൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പാമോലിൻ
കേസിൽ വിജിലൻസ് കോടതിയുടെ പരാമർശം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാവുകയാണ്. സോളാർ കേസിൽ സരിതാ നായർ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഉണ്ടായ കോടതി പരാമർശം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെയും UDF-നെയും പ്രതിരോധത്തിലാക്കും. മുഖ്യമന്ത്രിക്കെതിരെ തുടരെ ആരോപണങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അസംതൃപ്തിയിലായിരിക്കെയാണ് ഏറ്റവും ഒടുവിൽ വിജിലൻസ് കോടതി പരാമർശവും വന്നിരിക്കുന്നത്. സോളാർ കേസിൽ സരിതാ നായർ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം. ഈ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വൻ തിരിച്ചടി ഉണ്ടാകും എന്ന വസ്തുത കൂടി മനസ്സിലാക്കിയാണ് VM സുധീറിനെയും ചെന്നിത്തലയെയും കൂടി കളത്തിലിറക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. കേരളത്തെ വികസനത്തിന്റെ പാതയിൽ എത്തിച്ചുവെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാത്തത് അദ്ദേഹത്തിന് വൻ തിരിച്ചടിയായിരിക്കെയാണ് കോടതി പരാമർശം. പാമോയിൽ കേസിൽ വിജിലൻസ് കോടതി പരാമർശം സോളാർ ആരോപണങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാവിഷയവുമാകും. ഇത് UDF-നെയും കോൺഗ്രസിനെയും കൂടുതൽ പ്രതിരോധത്തിലുമാക്കും. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന കോൺഗ്രസിലെ ആവശ്യത്തിന് കൂടുതൽ ശക്തി പകർന്നുകൂടിയായി മാറുകയാണ് വിജിലൻസ് കോടതി പരാമർശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശന്റെ ആലുവ പ്രസംഗം മതസ്പർദ്ധയുണ്ടാക്കുന്നതാണെന്ന് പോലീസ്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചു. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാലുടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സമത്വ മുന്നേറ്റ യാത്രക്കിടെ ആലുവയിൽ വെച്ച് മതദ്വേഷം വളർത്തുന്ന പ്രസംഗം നടത്തിയതിന് KPCC പ്രസിഡന്റ് VM സുധീരൻ നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ 153A വകുപ്പ് പ്രകാരം കേസെടുത്തത്. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവവും വെറുപ്പും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയും ഹിന്ദു സമൂഹത്തെ ഉത്തേജിപ്പിക്കണമെന്ന കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി പരാമർശം നടത്തിയെന്ന് വെള്ളാപ്പള്ളിക്കെതിരായ FIR-ൽ സൂചിപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരനായ VM സുധീരൻ ഉൾപ്പെടെയുള്ളവരുടെയും മറ്റ് സാക്ഷികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇതിനു പുറമെ പ്രസംഗത്തിന്റെ CD തിരുവനന്തപുരം സീഡാക്കിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനാഫലം പോലീസിനുടൻ ലഭിക്കും. കഴിഞ്ഞ മാസം 4-ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ CI TB വിജയൻ മുമ്പാകെ വെള്ളാപ്പള്ളി നടേശൻ കീഴടങ്ങിയിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ വെള്ളാപ്പള്ളിക്ക് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. 25,000 രൂപ ബോണ്ടിലും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലുമായിരുന്നു ജാമ്യം. 153A വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കുമെന്ന ഉറച്ച നിലപാടിലാണ് പോലീസ്. ഇത് സാധൂകരിക്കത്തക്ക തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രസംഗ CD-യുടെ ശാസ്ത്രീയ പരിശോധനാഫലം ലഭിക്കുന്നതോടൊപ്പം സർക്കാർ അനുമതി കൂടി ലഭിച്ചാൽ ഉടൻ കുറ്റപത്രം നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. P. ജയരാജനെതിരെ കേസെടുത്തത് CBIയുടെ പാപ്പരത്വം മൂലമാണെന്ന് പിണറായി വിജയൻ. RSS നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ജയരാജനെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ വേണമെന്നും പിണറായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ P. ജയരാജനെ പിണറായി വിജയൻ സന്ദർശിച്ചു. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായ CBIയുടെ പാപ്പരത്വമാണ് കാണിക്കുന്നത്. കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ച CBI രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ മാനദണ്ഡങ്ങളെല്ലാം മാറ്റിവെക്കാറുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മാത്രമല്ല, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന വർഗീയ സംഘടനയുടെ ഇടപെടൽ, അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടൊരു അന്വേഷണ ഏജൻസിയായി CBI മാറിയിരിക്കുന്നു എന്നതാണ്. വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെ വിജിലൻസ് കോടതിയിൽ ഹർജി. കണ്ണൂർ വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോകായുക്ത നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിച്ചു എന്നാണ് പരാതി. മരം മുറിച്ചതിലെ അഴിമതി അന്വേഷണമാണ് അട്ടിമറിച്ചത്. കരാറുകാരൻ KV ജെയിംസ് ആണ് ഹർജി നൽകിയത്. ഹർജി തലശ്ശേരി വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർമാനും മുൻ MD-ക്കുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. പ്ലാന്റ് അറ്റൻഡർ നിയമനത്തിൽ അഴിമതി നടത്തിയെന്ന പരാതിയിൽ തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നിയമനത്തിനായി 7 മുതൽ 10 ലക്ഷം രൂപ വരെ കോഴ വാങ്ങിയെന്നാണ് ആരോപണം. മിൽമ തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ കല്ലട S. രമേശ്, മുൻ MD വിജയകുമാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കെതിരെ അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്.
2015 മിൽമ നടത്തിയ പ്ലാന്റ് ടെൻഡർ നിയമനത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് ഉദ്യോഗാർത്ഥിയായ ആര്യനാട് സ്വദേശി സന്തോഷ് കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എഴുത്തു പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് കിട്ടിയ താനടക്കമുള്ളവർക്ക് നിയമനം ലഭിച്ചില്ലെന്നും കുറഞ്ഞ മാർക്ക് നേടിയ പലർക്കും നിയമനം നൽകിയെന്നും 7 മുതൽ 10 ലക്ഷം രൂപ വരെ കോഴ വാങ്ങിയാണ് ആദ്യ 70 പേർക്ക് നിയമനം നൽകിയതെന്നുമാണ് ഹർജിയിൽ സന്തോഷ് കുമാർ ആരോപിക്കുന്നത്. ചെയർമാന്റെ വീടിനടുത്തുള്ളവരുടെയും ബന്ധുക്കളുടെയും അപേക്ഷകൾ അവസാന തീയതിക്ക് ശേഷവും സ്വീകരിച്ചതായും ഹർജിയിൽ പറയുന്നു. ഈ ആരോപണങ്ങളിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ കോടതി എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസിനോട് ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് സർവകലാശാലയിലെ ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിൽ എജിയുടെ നിയമ ഉപദേശം തേടാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം വിവാദമാകുന്നു. സർവകലാശാല നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ടുള്ള നിയമത്തെ മറികടന്നാണ് എജിയുടെ നിയമ ഉപദേശം തേടുന്നത്. ഭരണകക്ഷിക്ക് താൽപ്പര്യമുള്ളവരെ പിൻവാതിലിലൂടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരികെ കയറ്റാനാണ് നീക്കം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സർവകലാശാലകളിലെ അനധ്യാപക നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നത്. എന്നാൽ അതിനുശേഷവും കോഴിക്കോട് സർവകലാശാലയിൽ 100-ലധികം ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്ക് നേരിട്ട് നിയമനം നടത്താൻ സർവകലാശാല നടപടികൾ ആരംഭിക്കുകയായിരുന്നു. എന്നാൽ പരാതികൾ ഉയർന്നതിനെ തുടർന്ന് നടപടികൾ പിന്നീട് നിർത്തിവെച്ചു. ഇതിനിടെ നിയമന നടപടികൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരരംഗത്തെത്തി. ഭരണകക്ഷിക്ക് താൽപ്പര്യമുള്ളവരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരികെ കയറ്റുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ ലക്ഷ്യം. സമരക്കാരുടെ ആവശ്യം പരിഗണിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഷയത്തിൽ ഇടപെട്ടു. നിർത്തിവെച്ച നിയമന നടപടികൾ പുനരാരംഭിക്കാനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ. ഇതിന്റെ സാധുത പരിശോധിക്കാൻ ചേർന്ന സിൻഡിക്കേറ്റിലാണ് എജിയുടെ നിയമോപദേശം തേടാൻ തീരുമാനിച്ചത്. നിയമത്തെ മറികടന്നുള്ള നിയമനത്തിന് നിയമസാധുത ആരായുകയായിരുന്നു ലക്ഷ്യം. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് അഭിഭാഷകരുണ്ടെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ എജിയുടെ നിയമോപദേശം തേടിയതും ദുരൂഹമായി. സാലി മുഹമ്മദ്, കൊച്ചി. പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായി. ക്ഷേത്രമുറ്റത്തെ പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, 1:30 നിവേദ്യ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണല്ലോ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അതിനായുള്ള കാത്തിരിപ്പിലാണോ ഭക്തലക്ഷങ്ങൾ? തീർച്ചയായും അരുൺ, പൊങ്കാലയൊക്കെ അർപ്പിച്ച് ആറ്റുകാലമ്മയ്ക്ക് വിവിധ വിഭവങ്ങളൊക്കെ തയ്യാറെടുത്ത് അത് പാചകം ചെയ്ത് ഒരുക്കി ഇനി നിവേദ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഭക്തലക്ഷങ്ങൾക്ക് മുമ്പിലുള്ളത്. അല്പസമയത്തിനകം തന്നെ ക്ഷേത്ര സഹമേൽശാന്തി ഈ പണ്ടാര അടുപ്പിലേക്ക് നിവേദ്യം ഇവിടെ തയ്യാറാക്കിയ പൊങ്കാലയിൽ നിവേദ്യം അർപ്പിക്കുന്നതോടെ സമാന്തരമായി തന്നെ മറ്റ് എല്ലാ അടുപ്പുകളിലേക്കും നിവേദ്യം നടത്തുന്നതിന് വേണ്ടി, പൊങ്കാലയ്ക്ക് നിവേദ്യം നടത്തുന്നതിന് വേണ്ടി 250-ലധികം ശാന്തിമാരെയാണ് ക്ഷേത്ര ട്രസ്റ്റ് നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ പൊങ്കാലകളിലും ആ സമയത്ത് തന്നെ നിവേദ്യം നടക്കും. രാവിലെ 10 മണിക്കായിരുന്നു പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നത്. ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ആണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം. അദ്ദേഹം ശ്രീകോവിലിനകത്ത് നിന്ന് ദീപം പകർന്ന് മേൽശാന്തി അരുൺകുമാർ വലിയ തിടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലും തിരിതെളിച്ച ശേഷമാണ് പുറത്ത് പണ്ടാരടുപ്പിലേക്ക് ദീപം പകർന്ന് നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ആ ദീപം സഹമേൽശാന്തിക്ക് നൽകുകയും അതിനെ തുടർന്ന് തന്നെ കുരുവമേളത്തിൻ്റെയും ചെണ്ടയുടെയും ഒക്കെ അകമ്പടിയോടെ തന്നെ പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്ന കാഴ്ചയായിരുന്നു. പിന്നീട് സഹസ്ര ലക്ഷങ്ങൾ തന്നെ ഇവിടെ പൊങ്കാല അർപ്പിച്ചുകൊണ്ട്, സഹസ്രനാമങ്ങൾ ജപിച്ചുകൊണ്ട്, ദേവിയുടെ നാമം ജപിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ കുത്തിയോട്ടത്തിലുള്ള ബാലന്മാരെല്ലാം ദേവിയെ നമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇനി പൊങ്കാല നിവേദ്യം കഴിഞ്ഞാൽ ആറ്റുകാലിൽ പ്രധാനമായും ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങാണ് കുത്തിയോട്ടം. താലപ്പൊലി സമാന്തരമായി രാവിലെ മുതൽ തന്നെ നടക്കുന്നുണ്ട്. കുത്തിയോട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദേവിയുടെ വഴിപാടായി ഇവിടെ ഭക്തർ നടത്തുന്നത്. കുത്തിയോട്ടം 800 കുട്ടികളാണ് ഇത്തവണ കുത്തിയോട്ടത്തിനായി ദേവി സന്നിധിയിലുള്ളത്. ഇവർ ദേവിയുടെ വിഗ്രഹം പുറത്തെഴുന്നള്ളിക്കുന്ന സമയത്താണ് ദേവിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ദേവിയുടെ ഭടന്മാരായി ഈ എഴുന്നള്ളത്തിൽ വരുന്ന ഒരു ചടങ്ങ്. അത് എഴുന്നള്ളത്ത് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലാണ്. ആറ്റുകാലിൽ നിന്ന് 9 മണിയോടുകൂടി ആരംഭിച്ച് മണക്കാട് ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ വരും. അതിനുശേഷമാണ്, അതായത് പുലർച്ചയോടുകൂടി തന്നെ 3 മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തുകയും അതിനുശേഷം കാപ്പ അഴിച്ച് ഒരു വർഷത്തെ ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കുകയും ചെയ്യും. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഒരു സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം വളരെ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാ ഭാഗത്തു നിന്നുമൊക്കെയുള്ള വളരെ കരുതലോടെയുള്ള ഭക്തർക്ക് വേണ്ട നീക്കമൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം തന്നെ എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ആറ്റുകാലമ്മയ്ക്ക് തങ്ങളുടെ ദുഃഖവും പരിഭവവും ഒക്കെ പൊങ്കാല അർപ്പിച്ച് നിവേദ്യം സമർപ്പിച്ച് മടങ്ങാനുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.
ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെറ്ററിനറി ഡോക്ടർമാർ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് 2ാം ദിവസത്തിലേക്ക് കടന്നു. വകുപ്പ് തല പുനഃസംഘടന അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, റിസ്ക് അലവൻസ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം നടക്കുന്നത്.